പ്രധാനപ്പെട്ട ഒരു ദൃശ്യം വന്നിരിക്കുന്നു. നമുക്ക് കാണാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ദൃശ്യം വന്നിരിക്കുന്നു. അതായത് കപ്പലിന് തീപിടിച്ച് നമുക്ക് കാണാം. കപ്പലിൻ്റെ മധ്യഭാഗത്ത് നിന്നാണ് തീ ഉയരുന്നത് എന്ന് നമുക്ക് കാണാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉടനടി വ്യക്തമാകുന്ന ഒരു ഫോട്ടോ ആണ് ലഭ്യമായിരിക്കുന്നത്. നോക്കൂ, അത് കണ്ടെയ്നർ ഷിപ്പ്, വലിയ ഷിപ്പാണ്. അതിനകത്ത് 650ഓളം കണ്ടെയ്നറുകളുണ്ട്. നടുവിലാണ്, ഏതാണ്ട് മധ്യഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നതെന്ന് കാണാം. വലിയ രീതിയിൽ തീയും പുക ഉയരുന്നത് നമുക്ക് കാണാം. വലിയ രീതിയിൽ ഉയരുന്നത്. അപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. നിശ്ചയമായിട്ടും അത് ഈ തീപിടുത്തമുണ്ടായി സ്ഥാനചലനം സംഭവിക്കപ്പെട്ട കണ്ടെയ്നറുകൾ താഴേക്ക് കടലിലേക്ക് വീണു എന്നത് ഒരു ശുഭസൂചനയാണ്. തീപിടുത്തമുണ്ടായത് തന്നെയായിരിക്കും താഴേക്ക് വീണിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പക്ഷേ എപ്പോഴും തീപിടുത്തം നടക്കുകയാണ്. തീ അണക്കാൻ സാധിച്ചിട്ടില്ല എന്തായിരിക്കുമല്ലോ നിശ്ചയമായിട്ടുള്ള വിവരം. അവിടേക്ക് ഏതാനും സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കടൽ നടുവിൽ ഇത്രയും വലിയൊരു കപ്പൽ 650 കണ്ടെയ്നറുകളുമായിട്ട് പോകുന്ന ഒരു വലിയ കപ്പലിന് തീപിടിച്ചിരിക്കുന്നു എന്നത് വലിയ ആശങ്ക ഉണർത്തുന്ന വാർത്തയാണ്. അതിൻ്റെ ആദ്യ ദൃശ്യമാണ്, ആദ്യ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. ആ ഫോട്ടോ തന്നെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വലുപ്പം, അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതാണ്. കപ്പലിൻ്റെ നടുവിൽ തീപിടിച്ചിരിക്കുകയാണ്. നിറയെ കണ്ടെയ്നറുകളുണ്ട്. ഷിപ്പ് മുകളിൽ നോക്കുമ്പോൾ, കപ്പൽ മുകളിൽ നോക്കുമ്പോൾ മുഴുവൻ കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞ, നമ്മളൊരു സാധാരണ വലിയൊരു കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഇമേജ് മുകളിൽ നിന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്ന് തീ വലിയ ഉയരത്തിലേക്ക് ഉയരുന്നു. തീയും പുക ഇത്ര വലുതായിട്ട് ഉയരണമെങ്കിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. കണ്ടെയ്നറുകൾക്കകത്ത് എന്താണ് എന്നത് കൂടെ അനുസരിച്ചിരിക്കും തീപിടുത്തത്തെ അണയ്ക്കാനാവുക എങ്ങനെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവിടേക്ക് എന്തായാലും കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഡോണിയർ വിമാനങ്ങളിലെ വിദഗ്ധർ അങ്ങോട്ട് പോയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ തന്നെയും ഉടനടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. INS സൂററ്റ് അങ്ങോട്ടേക്ക് ചെല്ലും, ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവരം. ഇത് പരമാവധി വേഗത്തിലെത്തിയിട്ട് ഏറ്റവും ആദ്യത്തെ പ്രാഥമികമായ കാര്യം ആളുകളെ രക്ഷപ്പെടുത്തുക, ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. 18 ജീവനക്കാർ കടലിലേക്ക് ചാടിയിട്ടുണ്ട് എന്നാണ് വിവരം. 22ഓളം ജീവനക്കാർ ഇപ്പോഴും കപ്പലിലുണ്ട്. തീ പിടിച്ചിരിക്കുന്ന കപ്പലിൽ 22 ജീവനക്കാരുണ്ട് എന്നതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. 18 ജീവനക്കാർ കടലിലേക്ക് ചാടിയിരിക്കുന്നു എന്നതും അങ്ങേയറ്റം വേവലാതി ഉണ്ടാക്കുന്നതാണ്. കടലിലേക്ക് ചാടിയിരിക്കുന്ന ജീവനക്കാരിൽ ചിലർക്കെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ട് എന്ന സൂചനയും സഹിൻ ആന്റണി നൽകുന്നുണ്ട്. അവരെ ഉടനടി രക്ഷപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം.